റിപ്പോർട്ടർ ഇമ്പാക്ട്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പെരുമ്പാവൂർ വാഴക്കുളം പഞ്ചായത്തിലെ SC/ST ഫണ്ട് തട്ടിപ്പ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. വഴിയില്ലാത്ത ഭൂമി നൽകി 5 പട്ടികജാതി കുടുംബങ്ങളെ വഞ്ചിച്ച വാർത്ത അൻവർ സാദത്ത് MLA ആണ് സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OR കേളു നിയമസഭയിൽ ഉറപ്പ് നൽകി. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൊടുക്കാനുള്ള ശ്രമം അതല്ല. ഉദ്യോഗസ്ഥന്മാരെ ആധാരം എഴുതിയ ആള്, രജിസ്ട്രാർ, അതോടൊപ്പം തന്നെ ഇതിന് സാക്ഷി നിന്ന ആളുകൾ, അവരെയൊക്കെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ അവർക്ക് നടപടി സ്വീകരിക്കാൻ തയ്യാറാവുമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നത്. സാർ, ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പറയുന്ന കാര്യം കുറെ ശരിയാണ് സാർ. നമ്മൾ ഈ SC/ST വിഭാഗത്തിന് ഈ ഭൂമി വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് 4 ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ചെങ്കുത്തായിട്ടുള്ള സ്ഥലം എടുക്കാൻ വേണ്ടി പാടില്ല. നിർബന്ധമായിട്ടും എടുക്കുന്ന സ്ഥലത്തേക്ക് വഴി സൗകര്യം, റോഡ് സൗകര്യം വേണം, ഇലക്ട്രിസിറ്റി സൗകര്യം വേണം, കുടിവെള്ള സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ടാണ് ഭൂമി വാങ്ങാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ചില സ്ഥലങ്ങളിൽ MLA പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ഇപ്പോൾ അലി അക്ബർ ഷാ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, നമ്മുടെ വാർത്ത നിയമസഭയിലെത്തി. എന്തായാലും ആ കുടുംബങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അരുൺകുമാർ, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ വാഴക്കുളം പഞ്ചായത്തിലെ 16-ാം വാർഡിലെ 5 പട്ടികജാതി കുടുംബങ്ങളെ ഭവന നിർമ്മാണത്തിന്റെ പേരിൽ വഞ്ചിച്ച വാർത്ത നമ്മളാണ് പുറത്തുവിട്ടത്. 2 ദിവസം മുമ്പായിരുന്നു നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ദളിത് സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്തു. ദളിത് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാന കാര്യം, ഇന്ന് ആ വിഷയം ഇതാ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു, നമ്മളുടെ വാർത്ത എന്നുള്ളതാണ്. അൻവർ സാദത്ത് MLA ആണ് വിഷയം നിയമസഭയിൽ എത്തിച്ചത്. അദ്ദേഹം ഇതിലെ കുറ്റക്കാരായ ഓരോ വ്യക്തികൾക്കെതിരെയും നിയമ നടപടി വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിന് മന്ത്രി OR കേളു നൽകിയ മറുപടി നമുക്കതിൽ നിന്നും വ്യക്തമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ തട്ടിപ്പ്, പട്ടികജാതി വിഭാഗത്തിന് ലഭിക്കേണ്ട തുക മറ്റു പലയിടങ്ങളിൽ വകമാറ്റി ചെലവഴിച്ച് ഇത്തരത്തിൽ ഭൂമാഫിയയും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഇവിടെ വാഴക്കുളത്ത് അതിന്റെ തെളിവ് സഹിതം നമ്മൾ പുറത്തുവിട്ടതുകൊണ്ട് സംഭവത്തിൽ കൃത്യമായ ഇടപെടലുണ്ടാകും, നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OR കേളു വാക്ക് നൽകിയിരിക്കുകയാണ്. വഴിയില്ലാത്തൊരു ഭൂമിയിലേക്ക് വഴിയുണ്ടെന്ന ആധാരത്തിൽ വ്യാജമായി കാണിച്ചുകൊണ്ടാണ് 5 പട്ടികജാതി കുടുംബങ്ങളെ വാഴക്കുളത്ത് വഞ്ചിച്ചത്. 75,000 രൂപ ആധാരത്തിന്റെ ചെലവ് ഉൾപ്പെടെ എന്ന് കാണിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്നു. ആ നഷ്ടമായ 75,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ചിലവാക്കേണ്ട ലക്ഷങ്ങൾ രാഷ്ട്രീയ നേതാക്കളും ഭൂമാഫിയയും ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയെടുത്തു എന്നതാണ് വാഴക്കുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അന്ന് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന പുഷ്പാദാസ് ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അന്ന് ആ ആധാരം എഴുതിയ ഉദ്യോഗസ്ഥർ, സബ് രജിസ്ട്രാർ, അതിന് കൂട്ടുനിന്ന ഓരോ വ്യക്തികളും, ആ ഭൂ ഇടപാടിൽ ഇടപെട്ട ഓരോ വ്യക്തികളും നിയമത്തിന് മുന്നിൽ വരേണ്ടതുണ്ട്, കൃത്യമായി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അതിസാധാരണക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് അവിടെ വഞ്ചിക്കപ്പെട്ടത്. അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടിയിൽ ആ കുടുംബങ്ങളും നമ്മളും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഈ തട്ടിപ്പ് നടത്താൻ കൂട്ടുനിന്ന ഓരോ വ്യക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുമെന്ന മന്ത്രി OR കേളുവിന്റെ വാക്ക്, അത് നമ്മളും വിശ്വസിക്കുകയാണ്. നമ്മുടെ വാർത്ത എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. നിയമസഭയിലേക്ക് ആ വാർത്ത എത്തിയിരിക്കുന്നു. അവിടെ മന്ത്രി മറുപടി പറയേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി കൃത്യമായ അന്വേഷണവും ശിക്ഷാ നടപടികളുമാണ് ഈ വിഷയത്തിൽ വേണ്ടത്. അരുൺ, ഓക്കെ, താങ്ക് യു. അലി പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ്. ആ ഒരു കുടുംബത്തിന് നീതി കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ വിഷയം ഇപ്പോൾ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം.